നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അന്വേഷണത്തിൽ പൂർണ്ണമായും നമ്മൾ സഹകരിക്കാനുണ്ടായത്. പിന്നെ സാർ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി അനുവദിച്ച സമയം പൂർത്തിയായപ്പോൾ ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സാറ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. നവകേരള യാത്രയ്ക്കിടെ പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിലാണ് പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കഴിഞ്ഞ ദിവസം പ്രതികളുടെ തിരിച്ചറിയൽ നടന്നിരുന്നു. പ്രതികളെ മർദ്ദനമേറ്റവർ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഫൈസൽ അസീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഫൈസൽ, ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നാണോ? ഇനി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഇവരുടെ പ്രതികരണം? അതായത് കോടതി അനുവദിച്ച സമയം 3 ദിവസമാണ്. 10 മുതൽ 4 മണി വരെ ഈ 3 ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാം. ആവശ്യമെങ്കിൽ ഇവരുടെ അറസ്റ്റും രേഖപ്പെടുത്താം. അതായത് നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിലാണ് ഈ തരത്തിൽ കോടതിയുടെ ഒരു മുൻകൂർ ജാമ്യ ഉത്തരവിൽ പറയുന്നത്. അതിനടിസ്ഥാനത്തിൽ ഈ 3 ദിവസത്തെ ചോദ്യം ചെയ്യലും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പ്രതികളെ ഇന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം പ്രതികൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും മടങ്ങിയിട്ടുമുണ്ട്. ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിച്ചു എന്നാണ് കേസിലെ 1-ാം പ്രതിയായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ പറഞ്ഞത്. പ്രതികൾക്ക് അന്വേഷണ സംഘം നോട്ടീസും നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ നേരിട്ട് ഹാജരാവാനാണ് നോട്ടീസ് നൽകിയത്. അതായത് ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ കോടതി അനുവദിച്ച സമയം അവസാനിച്ചിരിക്കുന്നു. 3 ദിവസമായിരുന്നു ആ സമയം അനുവദിച്ചത്. അത് ഇന്നത്തോടെ പൂർത്തിയായിരിക്കുന്നത്. ജീന. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.